അസുര പ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. ഗായത്രി പുറത്തേക്കിറങ്ങി. ക്യാബിനിൽ പുറത്ത് അവളെ ദേഷ്യത്തോടെ നോക്കിയ വേദയെ അവൾ പുച്ഛത്തോടെ നോക്കി അവൾക്കടുത്തേക്ക് വന്നു. നിന്റെ അഹങ്കാരത്തിന് അവസാനമായടി. നാളെ മുതൽ ഈ ഗായത്രി ഉണ്ടാവും ഈ ഓഫീസിൽ. എന്നെയും എന്റെ അച്ഛനെയും അപമാനിച്ചതിന് നിന്നെ നല്ലതുപോലെ കാണുന്നുണ്ട് ഞാൻ. ഗായത്രി വേദയെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടതും ആദ്യം ഒന്ന് പകച്ചെങ്കിലും വേദ അവളെ മൈൻഡ് ചെയ്യാതെ നിന്നു. ഗായത്രി അവളെ നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. തിരികെ ക്യാബിനിൽ വന്ന് അവളുടെ ജോലി മുഴുവനാക്കുമ്പോഴാണ് വേദയുടെ ഫോൺ റിംഗ് ചെയ്തത്. വേദ ലാപ്പിൽ നിന്നും നോട്ടം മാറ്റി ഫോൺ എടുത്തു. ഹലോ, ആരാ? പരിചയമില്ലാത്ത നമ്പറാണെന്ന് കണ്ടതും വേദ ചോദിച്ചു. വേദ ചേച്ചിയല്ലേ? ഞാൻ മായ, വിഘ്നേഷ് ഏട്ടന്റെ. ആ പെൺകുട്ടി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ, മനസ്സിലായി. എന്താ മായ? വേദ അവളോട് ചോദിച്ചു. വിഘ്നേഷ് ഏട്ടനെ റൂമിലേക്ക് മാറ്റി, അത് പറയാനാ വിളിച്ചേ, മായ പറഞ്ഞു. കണ്ണു തുറന്നോ? എന്തെങ്കിലും സംസാരിക്കാൻ പറ്റോ? വേദ അവളോട് തിരക്കി. കണ്ണു തുറന്ന് വെറുതെ എല്ലാവരെയും നോക്കി കിടക്കും. കണ്ണീർ മാത്രം ഒഴുകിയിറങ്ങി. ആരോടും മിണ്ടിയില്ല. മായ സങ്കടത്തോടെ പറഞ്ഞത് വേദയ്ക്കും സങ്കടം തോന്നി. എല്ലാം ശരിയാവും, വേദ പറഞ്ഞു. ഞാൻ വെച്ചോട്ടെ ചേച്ചി? മായ ചോദിച്ചത് വേദ ഒന്ന് മൂളി. അപ്പൊ തന്നെ മായ ഫോൺ വെച്ചു. വേദ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ വീണ്ടും ഫോണിൽ മെസ്സേജ് വന്നു. അവൾ അതിലേക്ക് ശ്രദ്ധിച്ചു. അർജുന്റെ മെസ്സേജ് കണ്ട് അവൾ എഴുന്നേറ്റ് അർജുന്റെ ക്യാബിനിലേക്ക് പോയി. സാർ, വേദ അനുവാദത്തിനായി പുറത്തു നിന്നുകൊണ്ട് വിളിച്ചു. അർജുൻ ലാപ്പിൽ നിന്നും മുഖമുയർത്തി അവളെ വരാനായി കണ്ണു കാണിച്ചു. ന്യൂ ജോയിനിങ് ഗായത്രി രാജശേഖരൻ. അപ്പോയിന്റ്മെന്റ് ഓർഡർ റെഡിയാക്കണം. അവൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. യെസ് സാർ. പോസ്റ്റ്? വേദ ഒരു ഭാവഭേദവും ഇല്ലാതെ ചോദിച്ചു. മാനേജർ. വിഘ്നേഷ് ഇപ്പോൾ ഇല്ലല്ലോ. ആ പോസ്റ്റ്, അതേ സാലറി. അവൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞത്. വേദ അവനെ ഒന്ന് നോക്കി. അവന്റെ മുഖത്ത് നിറഞ്ഞിരുന്ന പുച്ഛം കണ്ട് അവൾ മുഖം വെട്ടിച്ചു. അവൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ സാർ, ഉടനെ റെഡിയാക്കാം, അവൾ പറഞ്ഞു. ഈ ഫയൽസ് എല്ലാം ക്ലിയർ ചെയ്ത് വൈകിട്ട് ഏൽപ്പിക്കണം. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നതും അർജുൻ വീണ്ടും അവളെ ടീസ് ചെയ്തു. വേദ ആ ഫയൽസ് എല്ലാം കയ്യിലെടുത്ത് ഇനി എന്തെന്ന പോലെ അവനെ നോക്കി. യു മേ ഗോ നൗ, അവൻ പറഞ്ഞതും അവൾ വേഗം തിരിഞ്ഞിറങ്ങിപ്പോയി. അർജുൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ വീണ്ടും ചെയറിലേക്ക് ചാഞ്ഞു കിടന്ന് കീഴ്ചുണ്ടിൽ പല്ലമർത്തി. അന്നും അർജുൻ പറഞ്ഞതുപോലെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞ് വേദ ഓഫീസിൽ നിന്നും ഇറങ്ങി. നേരെ വില്ലയിൽ ചെന്ന് അവളുടെ സാധനങ്ങൾ എടുത്ത് ഹരിയുടെ അടുത്തേക്ക് പോകാനാണ് അവൾ തീരുമാനിച്ചത്. രാവിലെ താൻ പോയി കഴിഞ്ഞുള്ള അവന്റെ അവസ്ഥ ആലോചിക്ക് വേദയ്ക്ക് എത്രയും പെട്ടെന്ന് അങ്ങെത്താൻ തോന്നി. അവൾ അതേ സ്പീഡിൽ വണ്ടി മുന്നോട്ടെടുത്തു. കുറെ നേരം മുന്നോട്ട് പോയി കഴിഞ്ഞ് അവൾക്ക് പുറകെ ഒരു കാർ വരുന്ന കണ്ട് വേദ മുന്നിലെ ഗ്ലാസ് കൂടി പിന്നിലേക്ക് നോക്കി. അവൾ സൈഡ് ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ വണ്ടി മുന്നിലേക്ക് പോകാത്തത് കണ്ട് അവൾക്ക് എന്തോ പന്തികേട് തോന്നി. വേദ വണ്ടി വേഗത്തിൽ തന്നെ മുന്നോട്ടോടിച്ചു. അപ്പോ ആ വണ്ടി അതേ സ്പീഡിൽ വരുന്ന കണ്ട് അവൾക്ക് ഭയം തോന്നി. വേദ വേഗം തന്നെ വില്ലയിലേക്കുള്ള റോഡ് കയറിയതും അവൾക്ക് പിറകെ വന്ന് ആ കാറും കയറി. വേദയ്ക്കുറപ്പായി അവൾക്ക് പുറകെയുള്ളവരാണെന്നു. അവൾക്ക് ഭയം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലെത്തി. ആ സമയം കൊണ്ട് ആ കാർ അവളെ കടന്നു അവൾക്ക് മുന്നിലായിക്കൊണ്ട് ബ്രേക്ക് ഇട്ട് നിർത്തിയതും വേദ വേഗം ബ്രേക്ക് പിടിച്ചു. ആ കാറിൽ നിന്നിറങ്ങുന്ന ഗായത്രിയെ കണ്ട് ഒരാശ്വാസവും ദേഷ്യവും വേദയ്ക്ക് തോന്നി. ആ, അങ്ങനെ അങ്ങ് പോകാതെ വേദ മാഡം, ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഒന്ന് കാണുമെന്ന്. ഗായത്രി വേദയുടെ അടുത്ത് വണ്ടിയിൽ മേൽ കൈവച്ച് കൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു. വണ്ടിയെടുത്ത് മാറ്റി ഗായത്രി, എനിക്ക് പോണം, വേദ അവളോട് പറഞ്ഞു. പോകാന്നേ, ഞാനൊന്ന് പറയട്ടെ. ഗായത്രിയിൽ വീണ്ടും അഹങ്കാരം. എനിക്കൊന്നും കേൾക്കണമെന്നില്ല ഗായത്രി, വേദ അവളോട് അതേ രീതിയിൽ പറഞ്ഞു. നീ ആരെ കണ്ടിട്ടാണ് ഈ കിടന്ന് അഹങ്കരിക്കുന്നത്? നിന്നെപ്പറ്റി എനിക്കെല്ലാം അറിയാം. ഒരു ബാങ്ക് കൊള്ളക്കാരന്റെ മകളല്ലേ? ഗായത്രി പറഞ്ഞത് വേദ അവളെ ദേഷ്യത്തിൽ നോക്കി. നീ നോക്കൊന്നും വേണ്ട, സത്യം അത് തന്നെയാ. അന്ന് അച്ഛൻ, ഇന്ന് മകള്. പക്ഷെ നിന്റെ ഉദ്ദേശം നടക്കില്ലടി. ഞാൻ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാ അവിടേക്ക് ഞാൻ വരാൻ തീരുമാനിച്ചത്. നിന്റെ അർജുനുമേലുള്ള കൊഞ്ചിക്കൊഴിയിലൊക്കെ ഞാൻ നിർത്തും, ഗായത്രി പറഞ്ഞത് വേദ അവളുടെ കൈതട്ടി മാറ്റി വണ്ടി വെച്ച് റോഡിലേക്ക് ഇറങ്ങി. നിനക്ക് ശരിക്കും എന്താ ഗായത്രി പ്രശ്നം? ഞാൻ നിന്നോട് ഒന്നിനും വന്നില്ലല്ലോ, വേദ അവളെ നോക്കി പറഞ്ഞു. വന്നില്ല, പക്ഷെ നീ ഇവിടെ അർജുനൊപ്പം അല്ലേ? അവന്റെ PA എന്ന പേരിൽ അവനിൽ നിന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അവന് കിടന്നു കൊടുക്കുകയല്ലേ നീ? അത് ഞാൻ അനുവദിക്കില്ല, ഗായത്രി അവളെ നോക്കി അറപ്പോടെ പറഞ്ഞത് വേദയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു.
അങ്ങനെ പണത്തിനും സ്വത്തിനും വേണ്ടി വേദയ്ക്ക് അർജുൻ ദേവിന് മുന്നിൽ കിടന്നുറക്കേണ്ട കാര്യമില്ല ഗായത്രി. ഇന്ന് വരെ വേദ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. വേദ ദേഷ്യത്തിൽ കൈകൊടഞ്ഞുകൊണ്ട് അവളോട് ചീറി. വേദയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കണ്ട് ഗായത്രി ഒന്ന് പതറി. ഡീ, നീ എന്നെ തല്ലിയല്ലേ? വെറുതെ വിടില്ലടി നിന്നെ. അർജുനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ ആട്ടിയോടിക്കും. ഗായത്രി പതർച്ച മറച്ചുകൊണ്ട് അവളോട് ചേറി. ആരാ ഓടുന്നതെന്ന് നമുക്ക് കാണാം. ആവശ്യമില്ലാതെ എന്റെ മെക്കെട്ട് കയറിയ വേദ അടങ്ങിയിരിക്കില്ല ഗായത്രി. വേദ പറഞ്ഞുകൊണ്ട് ഗായത്രിയെ പിടിച്ചു മാറ്റി വണ്ടി എടുത്തുകൊണ്ടുപോയി. വേദ പോകുന്നതും നോക്കി മുരണ്ടുകൊണ്ട് ഗായത്രി വണ്ടിയിൽ കയറിപ്പോയി. വേദ വില്ലയിലേക്ക് ചെല്ലുമ്പോൾ ഡോർ തുറന്നിട്ടുണ്ട്. പോർച്ചിൽ കാർ. മുകളിൽ നിന്നും ആരോടൊക്കെയോ സംസാരിക്കുന്ന ഉറക്കെയുള്ള ശബ്ദവും കേട്ട് വേദ ഒന്ന് നിശ്വസിച്ചു. ഇനി ആരാണോ ആവോ ഇര. വേദ സ്വയം ഒന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിൽ ചെന്ന് അവളുടെ തിങ്സ് എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഒന്ന് ഫ്രഷായി അതുമായി ഹാളിൽ വന്നു. ഒരു സൈഡിൽ അത് ഒതുക്കി വെച്ചുകൊണ്ട് കിച്ചണിൽ ചെന്ന് കോഫി ഉണ്ടാക്കി അവൾ മുകളിലേക്ക് പോയി. ദേഷ്യത്തിൽ ആരോടോ ഫോണിൽ സംസാരിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ അർജുൻ അവനടുത്തേക്ക് നടന്നു വരുന്ന വേദയെ കണ്ട് അവിടെ തന്നെ നിന്നു. ഫ്രഷായി വീണ്ടും സാരി ഉടുത്ത് റെഡിയായി നിൽക്കുന്നവളെ കണ്ട് നെറ്റി ചുളിഞ്ഞുവെങ്കിലും അവൾ ഹരിയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞത് അവന് ഓർമ്മ വന്നു. കോഫി. വേദ അവന് മുന്നിൽ ചെന്ന് നിന്ന് കപ്പ് അവന് നേരെ നീട്ടി കുറച്ചുറക്കെ പറഞ്ഞപ്പോഴാണ് അവൻ അവളിൽ നിന്നും കണ്ടെടുത്തത്. അർജുൻ അത് വാങ്ങി വേദി അവനെ നോക്കി. ഞാൻ ശ്രീക്കടുത്തേക്ക്. അവൾ പറഞ്ഞു നിർത്തി. അർജുൻ അത് മൈൻഡ് ചെയ്യാതെ കപ്പ് തിരികെ കൊടുത്ത് റൂമിൽ കയറി ഡോർ വലിച്ചിരച്ചു. ആ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും കണ്ണൊന്ന് അടച്ചു തുറന്നു. പോകാനാണോ പോകണ്ടെന്നാണോ അവൾക്കറിയുമായിരുന്നില്ല. അവൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അവൻ വാതിൽ തുറക്കില്ലെന്ന് മനസ്സിലായത് അവൾ താഴേക്ക് ചെന്ന് ഹാൻഡ് ബാഗ് ലഗേജ് ബാഗും കൂടി എടുത്തിറങ്ങി. ആ വാതിക്കൽ നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ വീടിനകത്തേക്ക് അവൾ മുഴുവനായി കണ്ണോടിച്ചു. വേദനകൾ മാത്രമാണ് എനിക്കിവിടെ വീട് നൽകിയതെങ്കിലും ഇവിടത്തേക്കാൾ വേദയ്ക്ക് സംരക്ഷണം കിട്ടിയ സ്ഥലമില്ല. വേദയുടെ കണ്ണുനീർ വീഴാത്ത ഒരിടവും ഇവിടെയില്ല. എന്നാലും ഈ വീടിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇന്നിവിടെ നിന്നിറങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത ഭാരം ഉള്ളിൽ നിറയുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു. പക്ഷെ ഹരിയുടെ മുഖം ഓർമ്മ വന്നതും അവളൊന്ന് നിശ്വസിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വണ്ടിയിൽ ബാഗ് വെച്ച് ഹെൽമെറ്റും വെച്ച് വണ്ടിയെടുത്തു. അവൾ ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി അവൻ വെറുതെ അങ്ങനെ നിന്നു. ഹരിയേട്ടാ, ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, ലക്ഷ്യ ചേച്ചി വൈകാതെ വരും. ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോൽക്കുന്ന ഹരിയെ കണ്ട് കയ്യിൽ സൂപ്പുമായി വന്ന് മിഴി പറഞ്ഞു. ഹരി അവളെ ഒന്ന് നോക്കി കണ്ണു മാറ്റി. ഇത് കഴിക്ക് ഹരിയേട്ടാ, രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുവല്ലേ? മിഴി അവനോട് ചോദിച്ചുകൊണ്ട് അവന് മുന്നിൽ മുട്ടിലിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഞാനങ്ങ് മരിച്ചാൽ മതിയായിരുന്നു അല്ലേ മിഴി? ഹരി ദേഷ്യവും വിഷമവും കൊണ്ട് പറഞ്ഞു. ഹരിയേട്ടാ! മിഴി അവനെ തടഞ്ഞുകൊണ്ട് വിളിച്ചു. ആർക്കും വേണ്ട എന്നെ. എന്തിനാ ഇങ്ങനെ കുറച്ചു പേർക്ക് ഭാരമായി? വേണ്ട, ഈ ജന്മം വേണ്ട. ഹരി വീണ്ടും പറഞ്ഞു. മിഴി ദേഷ്യത്തിൽ നോക്കി. നിർത്ത ഹരിയേട്ടാ, ഇപ്പൊ മരിക്കാൻ തോന്നാൻ മാത്രം എന്താ ഉണ്ടായേ? ഹരിയേട്ടനൊന്ന് കാണണമെന്ന് തോന്നുമ്പോ അവർ രണ്ടും വരില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള വാക്കുകൾ? മിഴി കയ്യിലെ സൂപ്പ് ടേബിളിൽ വെച്ച് അവനോട് ചോദിച്ചു. ഹരി അവളെ നോക്കിയിരുന്നു. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടിയ എപ്പോഴും കാണുന്ന മിഴിയായിരിക്കില്ല പിന്നീട് കാണുന്നത്. വേണ്ട പോലും. അപ്പോ ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നേ? ആർക്കു വേണ്ടിയാ ഈ കാത്തിരിക്കുന്നത്? മരിക്കാൻ പോകും മുന്നേ എന്നെ കൂടി കൊന്നേക്കണം. മിഴി മുഖം കുനിച്ചിരിക്കുന്നവന്റെ മുഖം പിടിച്ചുയർത്തി അവനോട് ചീറി. എന്നാൽ അവസാനം പറഞ്ഞു വന്നപ്പോഴേ അവളുടെ കണ്ണ് നിറഞ്ഞ് തൊണ്ടയിടറി. ഹരി അവളുടെ കണ്ണിൽ നോക്കിയിരുന്നു. ആ കണ്ണിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ഒട്ടും കുറയാതെ നിൽക്കുന്ന അവനോടുള്ള പ്രണയം കാണെ ഹരിയുടെ നെഞ്ചിൽ വേദന തോന്നി. അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ ദൂരെ നിർത്തിയത്? സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്ന് ചേർത്ത് പിടിച്ചൂടെ? ഞാൻ എന്റെ പ്രാണനെ പോലെ നോക്കിക്കോളാം. ഒന്ന് പറഞ്ഞൂടെ എന്നെ ഇഷ്ടമാണെന്ന്? മിഴി അവന്റെ മുഖം ഇരു കൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ചോദിച്ചു. ഹരിയുടെ കണ്ണിൽ നിന്ന് മുതിർന്ന കണ്ണുനീർ അവളുടെ ഉള്ളം കയ്യിൽ വീണു. മിഴി അവന്റെ സങ്കടം കൊണ്ട് ചുവന്ന മുഖത്ത് കണ്ണോടിച്ചുകൊണ്ട് ഒന്നുയർന്ന് ആ നെറ്റിയിൽ പതിയെ ഒന്ന് ചുംബിച്ചു. എന്തിഷ്ടമാണെന്നോ എനിക്ക്. പ്രാണനാണെന്റെ. ഇങ്ങനെയൊന്നും പറയല്ലേ ഹരിയേട്ടാ. മിഴിമരി. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവന്റെ കൈ അവളുടെ വാപത്തിയിരുന്നു. എന്തിനാടി ഈ പാതിജത്ത് ജീവിക്കുന്നവനെ സ്നേഹിക്കുന്നേ? എന്ത് കണ്ടിട്ടാ? നിനക്ക് പറ്റില്ല മിഴി. നിന്നോടൊപ്പം പറ്റില്ല എനിക്ക്. ഹരി ഉള്ളിൽ തികട്ടി വന്ന വിഷമം കൊണ്ട് അവളോട് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. കൂടെ അവന്റെ കവളിലിരിക്കുന്ന അവളുടെ കൈ തട്ടിമാറ്റി
മിഴി നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി അങ്ങനെ തന്നെ അവിടെ ഇരുന്നു പോയി. ഒരെണ്ണം പൊട്ടിക്ക് മിഴിപ്പെണ്ണെ. ഇരുവരും പരസ്പരം നോക്കിയിരുന്നതും അടുത്തു നിന്ന് ദേഷ്യത്തിലൊരു ശബ്ദം കേട്ടു. ഹരിയും മിഴിയും ആ ഭാഗത്തേക്ക് നോക്കിയതും വേദ അവരെ നോക്കി അവരുടെ അടുത്തേക്ക് വന്നു. ലച്ചു. ഹരി വിടർന്ന കണ്ണാലെ അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി. എന്നാൽ വേദ അത് കാണാതെ ചുണ്ടുകൊട്ടിക്കൊണ്ട് മിഴിക്കടുത്തു വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മിഴിയും അവളെ കണ്ണുമിഴിച്ചു നോക്കുന്നുണ്ട്. എന്തിനാടി ഇവനെ പോലെ സെൽഫിഷായവനോട് യാചിക്കാൻ പോകുന്നേ? നിന്നെ വേണ്ടെന്ന് പറഞ്ഞവനെ അതേ നിമിഷം നീയും വേണ്ടെന്ന് പറയണം. അല്ലാതെ കണ്ണ് നിറച്ച് എന്തിനാ സ്വയം വില കളയുന്നത്? നിനക്ക് ഞാൻ നല്ല ചെക്കന്മാരെ കൊണ്ടുവന്നു തരാം. ഇവൻ ഈഗോയും കെട്ടിപ്പിടിച്ച് അവന്റെ ഏട്ടന്റെ വാലും പിടിച്ചിരിക്കട്ടെ. ഹരി വേദയെ കൂർപ്പിച്ചു നോക്കി മിഴിയുടെ മുഖം തുറച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ഹരിയുടെ മുഖം വീർത്തു. മിഴി ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യും മിഴി, എനിക്കൊപ്പം വാ. നമുക്ക് ഇവന്റെ ഏട്ടന്റെ ഔദാര്യം ഇല്ലാതെ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാം. വരോ? വേദ ചോദിച്ചത് മിഴി ഞെട്ടിക്കൊണ്ട് അവളെയും ഹരിയെയും നോക്കി. വരോ? വേദ വീണ്ടും ചോദിച്ചതും മിഴി ദയനീയമായി അവളെ നോക്കി. ചേച്ചി. മിഴി അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ? നീ വരോ എൻ്റെ കൂടെ? വേദ അവളോട് വീണ്ടും ചോദിച്ചു. ഇല്ല, അവൾ വരില്ല. ഹരി എടുത്തടിച്ച പോലെ പറഞ്ഞു. അതെന്താ? നിനക്ക് അവളെ വേണ്ട. പിന്നെ അടുക്കളക്കാരിയായിട്ടാണ് അവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. വേദ അവന് മുന്നിൽ കൈകെട്ടി ഗൗരവത്തോടെ പറഞ്ഞു. ലച്ചു, നീ വെറുതെ വഴക്കിന് നിൽക്കാതെ പോയേ. ഹരി പതറിയെങ്കിലും അവളോട് വാദിച്ചു. പോയത് തന്നെയാ. പിന്നെ നിന്നെ ഓർത്താണ് തിരികെ വന്നത്. ഇനിയുള്ള കാലം നിനക്കൊപ്പം നിൽക്കാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, നിനക്കൊപ്പമല്ല മിഴിക്കൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടതെന്ന്. വേദ അവനോട് പറഞ്ഞു. ചേച്ചി വേണ്ട, എന്നെ ചൊല്ലി ഒരു വഴക്ക് വേണ്ട. മിഴി അവളെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. നീ പാവമായോണ്ടാ ഇവൻ ഇങ്ങനെ നിന്നെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. മിഴി, ഞാൻ പറയുന്നത് കേൾക്ക്. അനുഭവം കൊണ്ട് പറയാ. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും പ്രതീക്ഷിക്കരുത്. ആ പ്രതീക്ഷയാണ് നമ്മുടെ ഏറ്റവും വലിയ വേദനയും ബലഹീനതയും. വേദ പറഞ്ഞപ്പോൾ മിഴിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പെയ്തിറങ്ങി. എനിക്ക് വേണ്ട ചേച്ചി, ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. ഇങ്ങനെ അടുത്ത് കാണാനെങ്കിലും പറ്റുമല്ലോ, അത് മതി, അത്രമാത്രം മതി. മിഴി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് ഓടിപ്പോയി. പക്ഷെ അവളുടെ കരച്ചിൽ ചീളുകൾ അവർ ഇരുവരും വല്ലാത്ത വേദനയോടെ കണ്ടുനിന്നു. രാത്രി ഫുഡ് കഴിക്കാനിരുന്നതാണ് ഹരിയും വേദയും മിഴിയും. അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മിഴിയെ വേദ പിടിച്ച് അവർക്കൊപ്പം ഇരുത്തി. കരഞ്ഞു കലങ്ങി ചുവന്ന വീർത്ത കണ്ണുകൾ അവരിലെല്ലാം വല്ലാത്ത വിഷമമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ വേദ ഹരിയോട് നേരത്തെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം മിണ്ടിയിട്ടില്ല. ഹരിയുടെ കണ്ണുകളും ഇരുവരിലും മാറി മാറി വീണുകൊണ്ടിരുന്നു. മിഴിയെ നോക്കുമ്പോൾ വേദനയായിരുന്നെങ്കിലും ലച്ചുവിനെ നോക്കുമ്പോൾ പരിഭവമായിരുന്നു മുന്നിട്ട് നിന്നത്. മിഴി. ഹരി തന്നെ അവിടെയാകെ നിറഞ്ഞു നിന്ന് നിശബ്ദതയ്ക്ക് അവസാനമിട്ടു. എന്താ ഹരിയേട്ടാ? മിഴി വേഗം നിറഞ്ഞ കണ്ണു തുറച്ച് അവനോട് ചോദിച്ചു. എനിക്കിത് വേണ്ട, സൂപ്പ് മതി. ഹരി മുന്നിലിരിക്കുന്ന ചപ്പാത്തി നോക്കി പറഞ്ഞുകൊണ്ട് വേദയെ നോക്കി. മിഴി വേഗം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ വേദ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ സെർവൻസ് ഉണ്ട് ശ്രീ, അവരോട് പറയ്. മിഴി നിന്റെ സർവന്റ് അല്ല. വേദ പറഞ്ഞുകൊണ്ട് മിഴിയെ പിടിച്ചിരുത്തി. ചേച്ചി, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. മിഴി പതിയെ അവളോട് പറഞ്ഞത്. വേദ അവളെ തറപ്പിച്ചു നോക്കി. വേഗം കഴിക്കു മിഴി, നമുക്ക് കിടക്കാം. വേദ ഗൗരവത്തോടെ പറഞ്ഞത്. മിഴി ഹരിയെ നോക്കി അവളുടെ പ്ലേറ്റിലുള്ളത് കഴിക്കാൻ തുടങ്ങി. ഹരിക്ക് വിഷമവും ദേഷ്യവും കൂടി. അവൻ അവിടെ നിന്നും അവന്റെ റൂമിലേക്ക് പോയി. മിഴി. അവളുടെ കണ്ണുന്നിൽ പ്ലേറ്റിലിറ്റ് വീഴുന്നത് കണ്ട് വേദ അവളെ വിളിച്ചു. നിനക്ക് ഹരിയെ വേണ്ടേ? അവൾ നോക്കിയതും വേദ ചോദിച്ചു. അതിന് മറുപടി പറയാതെ മിഴി കണ്ണുകൾ അമർത്തി തുറച്ച് വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. നിനക്ക് അവനെ വേണമെങ്കിൽ, അവന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം മിഴി. നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? വേദ ചോദിച്ചത് മിഴി അവളെ ഉറ്റുനോക്കി. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ തല ചായച്ചു കിടന്നു. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് എൻ്റെ ഹരിയേട്ടനെ വേണം. ആ പ്രണയം എനിക്ക് വേണം. മിഴി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേദ അവളെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു. നിനക്ക് ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ? വേദ അവളെ നോക്കി കുറുമ്പോട് ചോദിച്ചു. എന്താ? മിഴി കണ്ണു തുറച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ ഹരിയേട്ടൻ വെറും പൊട്ടനാ. ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് സ്വയം പൊട്ടനാകുന്നവൻ. വേദ പറഞ്ഞത് മിഴി ചുണ്ടുകൂർപ്പിച്ച് അവളെ നോക്കി. നോക്കണ്ട, ഇല്ലേൽ ഇങ്ങനെയൊക്കെ പെരുമാറുമോ നിന്നോട്? വേദ അവളുടെ ചുണ്ടിൽ വിരൽ മടക്കി ഒന്ന് കൊട്ടി. മിഴി ആലോചിച്ചുകൊണ്ട് അവളെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. അതാ പറഞ്ഞ അവനൊരു പൊട്ടനാന്ന്. നമുക്കവനെ പറ്റിച്ച് അവന്റെ ഉള്ളിൽ നിന്നോടുള്ള അഗാധമായ പ്രണയം പുറത്തു കൊണ്ടുവരാം.
വേദ എന്തോ വലിയ സംഭവം പറയുന്നത് പോലെ അവളോട് പറഞ്ഞു. അതിന് ഹരിയേട്ടൻ എന്നെ പ്രണയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ പുറത്തു കൊണ്ടുവരും? മിഴി അവളോട് സംശയം ചോദിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന് വേദ അവളോട് പറഞ്ഞുകൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി. മിഴിയും കൈ കഴുകി വന്നത് വേദ അവളെ പിടിച്ച് സോഫയിലിരുത്തി അവളുടെ അടുത്തിരുന്നു. അപ്പോൾ തന്നെ സെർവന്റ് ഹരിക്കുള്ള സൂപ്പ് കൊണ്ടുവന്നിരുന്നു. മിഴി, ഹരിസാറിന് കൊണ്ടു കൊടുക്ക്, അവർ പറഞ്ഞത്. മിഴി തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു. ചേച്ചി ചേച്ചി ശ്രീക്ക് കൊണ്ടേ കൊടുത്തോ, മിഴി വരില്ല, വേദ അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. ചേച്ചി ഞാൻ കൊണ്ടു ചെന്നില്ലേ ഹരിയേട്ടൻ കുടിക്കില്ല, മിഴി പറഞ്ഞത്. വേദ അവളുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തു. ഇപ്പോ അല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന്. തലയിൽ തടവി അവളെ നോക്കിയ മിഴിയോട് വേദ പറഞ്ഞു. ചേച്ചി ചെല്ല്, മിഴിയെ ചോദിച്ചാൽ അവൾ വരില്ലെന്ന് പറഞ്ഞേക്ക്, വേദ പറഞ്ഞതും അവർ അവിടെ നിന്നും ഹരിയുടെ റൂമിലേക്ക് പോയി. ചേച്ചി, മിഴി അവളെ വിളിച്ചു. മിഴി, ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, ഇനി ഞാൻ പറയുന്നത് വരെ അവന്റെ മുന്നിൽ പോകരുത്, വേദ പറഞ്ഞത്. മിഴി ചുണ്ട് പിളർത്തി അവളെ നോക്കി. എനിക്ക് ഹരിയേട്ടനെ കാണാതെ പറ്റില്ല, മിഴി കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു. നീ കണ്ടോ, പക്ഷെ അവന്റെ മുന്നിൽ പോകരുത്, അവൻ നിന്നെ കാണരുത്, മനസ്സിലായോ, വേദ അവളോട് പറഞ്ഞത്. മിഴിയൊന്നും മടിച്ചെങ്കിലും തലയാട്ടി. ഗുഡ്, നീ റൂമിലേക്ക് വെക്കോ, ഞാൻ അവനെ ഒന്ന് ചൊറിഞ്ഞിട്ട് വരാം, വേദ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പിന്നിക്കെട്ടി മുന്നിലിട്ടിരിക്കുന്ന മുടി പിന്നിലേക്കിട്ട് ജാളയിൽ നടന്നുപോയി. മിഴി അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. സാർ, സൂപ്പ്, സെർവന്റ് അവന്റെ ടേബിളിന് മുന്നിൽ സൂപ്പ് വെച്ചുകൊണ്ട് പറഞ്ഞു. മിഴി എവിടെ? ഹരി അവിടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. മിഴി വേദമേടത്തിനൊപ്പം താഴെയുണ്ട്, അവർ പരങ്ങിക്കൊണ്ട് പറഞ്ഞു. അവളല്ലേ എനിക്ക് ഫുഡ് തരുന്നത്, ഇപ്പോ എന്താ അവൾ വരാത്തത്, ഹരി ദേഷ്യത്തിൽ ചോദിച്ചു. അറിയില്ല, അവർ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ഗെറ്റ് ഔട്ട്, ഹരി ദേഷ്യത്തിൽ അലറിയതും അവർ വേഗം ഇറങ്ങിപ്പോയി. നിനക്ക് ഫുഡ് തരാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അവൾ നിന്റെ സർവന്റും അല്ല, നിന്റെ ഭാര്യയും അല്ല, വേദ അവന്റെ അടുത്ത് വന്നു നിന്ന് പറഞ്ഞു. ഹരി അവളെ ഒന്ന് തുറച്ചു നോക്കി. കഴിക്കും, വേദ അവൻ നേരെ സൂപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഹരി മുഖം തിരിച്ചു. വേണം, വേദ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടിയതും ഹരി വാതുറന്നു. അല്ല ശ്രീ, നിനക്കെന്താ ഇത്ര ദേഷ്യം, വേദ അവന് കൊടുക്കുന്നതിനിടയിൽ ഇടം കണ്ടിട്ട് ചോദിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ല ലച്ചു, അവൻ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. പിന്നെ നീ അവരോട് ഗെറ്റ് ഔട്ട് ചെയ്തത് എന്തിനാ, അവൾ അവരോട് വീണ്ടും ചോദിച്ചു. അതെനിക്ക് ഹരി പറഞ്ഞു വന്നത് നിർത്തി അവളെ നോക്കി. ദേഷ്യം വന്നിട്ട് ആ ദേഷ്യം എന്തിനാന്നാ ഞാൻ ചോദിച്ചേ, വേദ അവനോട് ചോദിച്ചു. എനിക്കെന്താ ലച്ചു, ദേഷ്യമൊന്നും വരാൻ പാടില്ലേ, ഹരി അവളോട് തറുതല പറഞ്ഞു. വരാം, പക്ഷെ ഒരു കാരണം വേണ്ടേ, ഹരിയെ പാള് നോക്കി വേദ പറഞ്ഞു. എനിക്ക് മതി, എന്നെ കിടക്കാനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോയേ നീ, ഹരി വേഗം വിഷയം മാറ്റി. വേദ ബൗൾ അവിടെ വെച്ച് ഹരിയുടെ വാ തുടച്ചു കൊടുത്ത് അവനെ പതിയെ ബെഡിൽ കിടത്താൻ സഹായിച്ചു. നിന്നെ ഞാൻ പൂട്ടും ശ്രീ, വേദ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ഷീറ്റ് കൊണ്ട് പുതച്ച് പുറത്തേക്ക് പോയി. ഹരി ഉള്ളിലെ ആ വർഷം അടക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. തുടരും. ഞങ്ങളുടെ ഇനിയുള്ള സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.